ഹലോ ഗായ്സ്, ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ കക്കായിറച്ചി എളുപ്പത്തിൽ എങ്ങനെ വയ്ക്കാം എന്നതാണ് കാണിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കക്കായിറച്ചി വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിച്ചു തരാം. എല്ലാവരും പറയും കക്കായിറച്ചി വെക്കാൻ ഭയങ്കര പാടാണ്, ഒത്തിരി സമയമെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ആവശ്യമില്ലെന്നാണ് എനിക്കാണ് തോന്നുന്നത്. എന്നാന്ന് ചോദിച്ചാൽ ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഓരോ കക്കായിറച്ചി എടുത്ത് ഞെക്കി അതിനകത്ത് കറുത്ത സാധനം ഇങ്ങനെ കളഞ്ഞു അങ്ങനെ ഒത്തിരി മണിക്കൂറെടുത്താണ് കക്കായിറച്ചി കറി വെക്കുന്നത്. പക്ഷേ അതിന് ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാന്ന് ചോദിച്ചാൽ ഞാനിങ്ങനെയാണ് കറി വെക്കുന്നത്. കക്കായിറച്ചി നല്ല വൃത്തിക്ക് 2-3 പ്രാവശ്യം കഴുകി അതിൻ്റെ മണ്ണും കക്കായും എല്ലാം നമ്മൾ നല്ല വൃത്തിയായി എടുത്ത് കളഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ ആ കക്കായിറച്ചി കഴുകുന്നതിൻ്റെ അത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പുപൊടി ഇട്ട് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കും. അതിനുശേഷം നമ്മൾ ഇഡലിയൊക്കെ പുഴുങ്ങുന്നത് പോലെ അപ്പച്ചമ്പി വെച്ച് ആവി കയറ്റിയെടുക്കും. അതിന് ആവി കയറ്റുന്ന സമയം കൊണ്ട് നമ്മൾ സവോള ചേർക്കാനുള്ള സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, പച്ചമുളക് ഇവയെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തതാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ചീനച്ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഇച്ചിരി കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ടിടുകയാണ്. പച്ചമുളകും അതും എല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഞാനിങ്ങനെ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുന്ന സമയം കൊണ്ട് ഞാനോർത്ത് നമുക്ക് പൊടി ഒന്ന് ചൂടാക്കാമെന്ന്. ഞാൻ അതിലേക്ക് നേരിട്ട് പൊടി ഇടുന്നതല്ല. ഞാൻ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് പൊടിയെല്ലാം ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. ചിലർ നേരിട്ടിടുന്നതുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്ന രീതിക്കാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് അങ്ങനെ ഈ തക്കാളിക്കായും സവോളയെല്ലാം ഒന്ന് വഴറ്റട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇച്ചിരി തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വഴറ്റുവാണത്. ആ സമയം കൊണ്ട് നമുക്ക് അതൊന്ന് ഇങ്ങനെ ഇതായിട്ട് വരാനായിട്ട് കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് പൊടികളെല്ലാം ചൂടാക്കാം. പൊടി ചൂടാക്കുന്നതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് ചീനച്ചട്ടി ചൂടാകട്ടെ. അപ്പോഴേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി ഇത്രയും സാധനം ഞാനൊരു പാത്രത്തിൽ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. അതിനി പാനിലോട്ട് ഇട്ട് കൊടുത്ത് അത് നല്ലതായിട്ട് ചൂടാകുന്നിടം വരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് സവോളയ്ക്കകത്തോട്ട് വഴറ്റി വെച്ചിരിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം കക്കായിറച്ചിയും കൂടി ഇട്ട് ഒരു ശകലം വെള്ളം കൂടി ഒഴിച്ച് തട്ടിപ്പൊത്തി വെക്കും. അതിനുശേഷം കക്കായിറച്ചി വെന്തതിന് ശേഷം നമ്മൾ ഉലരാനായി ഇങ്ങനെ കുറച്ച് വെക്കും. ഇത്രയേ ഉള്ളൂ കക്കായിറച്ചി കറി വെക്കാനുള്ള പരിപാടി. എളുപ്പവഴി ചെയ്യാവുന്നതാണ്.